വേറൊന്നും പറയാനില്ല, അവള് കൊന്നതാണെന്ന് ഞാൻ പറയൂ. 5 എണ്ണത്തിന് ഈ 5 മണിക്ക് ഇവനെ വിളിച്ച് അവമാനിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് അവളുടെ മുമ്പിൽ വെച്ച് വാതിൽ അങ്ങോട്ട് അടച്ചു അത്ര. അടച്ചിട്ട് പിന്നെ വിളിച്ചാൽ കൊണ്ടിരുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞു. അവിടെയുള്ള ആൾക്കാരൊക്കെ അവൾക്ക് നമ്പർ അറിയാം. ഒരാളോട് പറയാറുണ്ട്. ഉണ്ണി വാവ വ്ളോഗ്സിലെ കൃഷ്ണകുമാറിന്റെ മരണത്തിന് കാരണം കൃഷ്ണകുമാറിന്റെ ഭാര്യ. ഇത് പറഞ്ഞത് ഞാനല്ല, കൃഷ്ണകുമാറിന്റെ അമ്മയാണ് വന്നിട്ട് പറഞ്ഞത്. ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നിട്ടാണ് പുള്ളിക്കാരി ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പുള്ളിക്കാരി പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഇവളെ അടിയമ്പാറയ്ക്ക് പോയി. അവിടെ പോയി ഇടുമ്പോൾ അവരുടെ ഊണും തീനൊക്കെ കഴിഞ്ഞിട്ട് ഇവനെ വിളിച്ച് അവമാനിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് അവൻ ഏറി 5 മണി വരെ ഇവള് വർത്താനം പറഞ്ഞാണ്. അങ്ങനെ അവനെ അവമാനിച്ച് അന്ന് വീഡിയോ കോള് വിളിച്ച് ഈ നമ്മള് ഒരു ഊണും തീനും കഴിഞ്ഞിട്ട് ഇവനെ വിളിക്കാനായിട്ട് തുടങ്ങിയിട്ട് 5 മണി വരെ അവള് വിളിച്ചു. ഉച്ചയ്ക്ക് വിളിക്കാൻ തുടങ്ങി. വിളിച്ച് വർത്താനം പറഞ്ഞ് ഏറി അതിനെ ചൊടി കയറ്റി അവളുടെ മുമ്പിൽ വെച്ച് തന്നെ അവൻ വാതിലടച്ചു ഇത്രേ. വീഡിയോ കോളിൽ ഇരിക്കുമ്പോഴാണ് വാതിലടച്ചത്. വാതിലടച്ച് പിന്നെ അവൻ വിളിച്ചിട്ട് കൊണ്ടിട്ടില്ലാന്ന്. പിന്നെ വിളിച്ചാൽ കിട്ടണില്ല. അപ്പൊ അവൾക്ക് അവളെ തെറ്റില്ല വെച്ചാൽ എത്ര ആൾക്കാർ കമ്പനിക്കാർ അവന്റെ തോട്ടിൽ തന്നെ ചായക്കട എത്ര ഇവന്റെ വിജയിക്കുന്ന വീടിന്റെ. ആരെങ്കിലും ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞ എന്റെ കുട്ടി ജീവൻ കൊടുക്കുവോ? ആരെങ്കിലും കണ്ടെത്തിയായിരുന്നില്ലേ? എന്താ അവളത് ചെയ്യാഞ്ഞ്? എന്നിട്ട് അപ്പൊ അവിടെ ഉള്ളവർക്ക് നല്ല ഭാര്യയാണെന്നല്ലേ വിചാരം. അപ്പോൾ അത് അറിയിക്കാതിരിക്കാൻ അങ്ങനെ എന്താ ഒരു ബോധക്ഷയുണ്ടായി. ആശുപത്രിയിലാണ്, ബോധം തെളിഞ്ഞാൽ പറയാന്ന് പറഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ പിന്നെ മെല്ലായിട്ടത്ര പിന്നെ രക്ഷയില്ല, മരിച്ചു എന്ന് പറഞ്ഞ് പിന്നെ തൂങ്ങി മരിച്ചു എന്ന് പിന്നീടാ പറഞ്ഞില്ല. അത്ര ഇവളെ ബഹുമാനിച്ചിട്ട് ഇത് മരിച്ചു എന്ന് കേട്ടപ്പോൾ അവൾക്ക് സമാധാനമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ അമ്മ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവോണ നാളിനകത്ത് ഈ അച്ഛനെ ഇവര് വീഡിയോ കോൾ ചെയ്ത്, എന്നിട്ട് വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഇവരും അതേപോലെ അതായത് ഈ അച്ഛന്റെ അതായത് ഈ മരുമോളും അതേപോലെ തന്നെ ഈ അച്ഛനും തമ്മിലായിട്ട് ഒരു അടിപിടി ഉണ്ടായി. എന്നിട്ട് അതിനെ തുടർന്നിട്ടാണ് ഈ പുള്ളി പോയി ആത്മഹത്യ ചെയ്യണത് എന്നുള്ള രീതിക്കാണ് ഈ അമ്മ പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഈ മരുമോൾ എന്തുകൊണ്ട് അവിടെ വിളിച്ചിട്ട് കൂടെ ഉള്ളവരോടൊന്ന് ശ്രദ്ധിക്കാൻ പറയുക, അങ്ങനെയൊന്നും പറയാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. ഈ കൂടെ ഉള്ളവരുടെ ഇത് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരെയും ഈ വീട്ടുകാർക്ക് അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കേസാണ്. പിന്നെ ഇവര് തമ്മിൽ സംസാരിച്ചിട്ടൊരു തർക്കം ഉണ്ടായി ഇത് ചെയ്തു എന്നൊക്കെ ഈ അമ്മ പറയണമെന്നുണ്ടെങ്കിൽ ഈ അമ്മ ഈ ഒരു സമയത്ത് ഇവരുടെ കൂടെ ഇല്ല. അതായത് ഈ സംഭവം എല്ലാം കണ്ട ഒരാളല്ല അമ്മ. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഈ അമ്മ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ. എന്നോട് ആരാ പറഞ്ഞത് ഇങ്ങനെ ചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത്, വാതിലടച്ച് പോയതെന്ന്? അതിപ്പോ അവള് ഈ സമയത്ത് ഈ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോയപ്പോ അപ്പൊ അവളും പറഞ്ഞു കരയാണ്, ഇങ്ങനെ ചെയ്തു. അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്ത്? ഞാൻ അമ്മയ്ക്ക് ഓണപ്പട കൊടുത്തില്ലേ, അമ്മയ്ക്ക് പൈസ കൊടുത്തില്ലേ, പിന്നെ എന്തിനാ ഇത് ചെയ്ത്? എന്തിനാ ചെയ്ത്? ഞാൻ ഒന്നും ചെയ്യരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ ഇത് ചെയ്ത്? ഇങ്ങനെയൊക്കെ അവള് പറഞ്ഞതാട്ടോ. എനിക്ക് ഒരറിവില്ല, അവരെ ഒരു വിവരം ഞാൻ അറിയാറുമില്ല. ഓക്കെ, അപ്പൊ ഈ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരി അവിടെ ഇങ്ങനെ ഈ നമ്മളിപ്പോ മരണ വീട്ടിനകത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കിടന്ന് കരഞ്ഞിങ്ങനെ ഓരോന്ന് പറയുമല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അല്ലാണ്ട് ഈ അമ്മയ്ക്ക് ഇതിനെ പറ്റിയിട്ട് വേറെ ധാരണയൊന്നും ഇല്ല. അപ്പൊ അമ്മ ആ ഒരു അറിവിനകത്താണ് ഈ ഒരു സംഭവം പറഞ്ഞേക്കണത്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും എടുത്തിട്ട് ഒരു വാല്യൂഡ് ഒരു സംഭവമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അത് പുള്ളിക്കാരി എവിടെന്നോ, അതായത് ഈ മറ്റേ മരുമോള് കരയുന്ന സമയത്ത് കേട്ട സംഭവമാണ്. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് എടുത്തിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരങ്ങനെ ചെയ്ത്, അവര് ഇങ്ങനെ മാനസികമായി ഇത് ചെയ്ത്, അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അത് ജസ്റ്റ് ആ ഒരു അമ്മ കേട്ടൊരു കാര്യം ഇവിടെ വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ബാക്കിയുണ്ടോ? എന്റെ മക്കൾ എന്റെ വീട്ടിലെ പണിയൊക്കെ ഇവർക്കും മക്കളെ തെളിച്ചിട്ട് ഒന്നും നിൽക്കുന്നില്ല. തോറ് വെക്കണ്ട, കൂട്ടാൻ വെക്കണ്ട, ഒരു അടുക്കളയിൽ ഒരു കാര്യം ചെയ്യണ്ട. എൻ്റെ 2 മരുമക്കളും ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ചെയ്തില്ല. ചോദിച്ചോക്കെ എന്ത് പണിത് വരച്ചോള്. മുറ്റത്ത് ഞങ്ങൾ തീ കത്തിക്കുക. മുറ്റത്ത് കത്തിക്കുമ്പോൾ മഴക്കാലമായാലും ഞങ്ങൾ ആ അടുപ്പിൽ പട്ടയിട്ട് മൂടിയിട്ട് ഞങ്ങൾ അത് ഉപയോഗിക്കും. എൻ്റെ മകള് ഇപ്പൊ അന്ന് കല്യാണം കഴിയാത്ത ആ മകള് മുറ്റത്ത് നിന്നിട്ട് കുട പിടിച്ചിട്ടാ ചോറും കൂട്ടാനും വെക്കുക. വൈകുന്നേരം അരി വഴുത്തി വന്നിട്ടാ വെക്കുന്നതെന്ന് വെച്ചാൽ ആ വയ്ക്കുമ്പോൾ ഇവര് അകത്തുനിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കും. ഇവള് ഇങ്ങോട്ട് കയറി ഇറങ്ങും വേണ്ട. ഇവള് മഴയത്തന്നെ വന്നോ ഇവര് മുറ്റത്തേക്ക് ഇറങ്ങില്ല. അവന് വൈകുന്നേരം കൈകാലം കഴിയുക 2 പെണ്ണുങ്ങളും പുറത്തിറങ്ങില്ല. അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതിന് കുഴപ്പമില്ല ഞങ്ങൾക്ക്. പിന്നെ എന്താ പറയാ ഞാൻ ദ്രോഹിച്ചു എന്ന് പറയണമെന്നൊക്കെ അറിയാത്തത്. അവരുടെ അടുത്തൊക്കെ എങ്ങനെയായിരുന്നു? അതായത് അനിയന്റെ അടുത്ത്, അനിയന്റെ ഭാര്യന്റെ അടുത്ത്, അവരുടെ അടുത്തൊക്കെ എങ്ങനെ, നാത്തൂന്റെ അടുത്തൊക്കെ എങ്ങനെയായിരുന്നു? ഒരു കുഴപ്പമില്ല. അവരെ കൊണ്ടൊന്നും ആരും എന്റെ മക്കൾ പണിയിപ്പിക്കില്ല. രാവിലെ ഒത്തിരി ആ മുറ്റം 4 പുറമുള്ളത് പകുതി അവളടിക്കും, പകുതി ഇവളടിക്കും. എന്നിട്ട് ഇവള് അപ്പൊ അവൾക്ക് തലവേദനയാണ്. എന്താ
നീക്കാത്തത് കുളിക്കൊന്നും ചെയ്യാത്തത് പറഞ്ഞാൽ തലവേദനയാണ്. അപ്പം ഞാൻ മകനോട് പറഞ്ഞു, തലവേദനയാണ് ചെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോടാന്ന്, എന്താണെന്ന് അറിയാലോ, കൊണ്ടുപോയി നോക്കുക. ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട, കുറച്ച് നേരം കിടന്നാൽ മാറും പറഞ്ഞു. ഞാൻ കുറച്ച് കിടന്നോ, എന്നാൽ മാറിയിട്ട് നീക്കിയെന്നും പറഞ്ഞു. ഞങ്ങൾ പിന്നെ അവളെ ഒന്നും ശല്യം ചെയ്യാൻ പോണില്ല. അങ്ങനെ ഇതുവരെ കഴിഞ്ഞില്ല. അങ്ങനത്തെ ആൾ ഞങ്ങൾ എന്ത് ദ്രോഹിച്ചു എന്നാ പറയണത്. ഞങ്ങൾ ദ്രോഹിച്ചതെന്ന് അവള് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ മരുമോള് മറ്റേ മുന്നേ ഇട്ട ഒരു വീഡിയോനകത്ത്, അതായത് ഉണ്ണി വ്ളാവ വ്ളോഗ്സിന്റെ അവര് 2-3 വീഡിയോ ഒക്കെ ഇട്ടേച്ചല്ല. അപ്പൊ അതിനകത്ത് അവരൊരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായി ഈ അമ്മയുടെ വീട്ടുകാരല്ലേ, ഭർത്താവിന്റെ വീട്ടുകാർ അവരെ ദ്രോഹിക്കുന്നുണ്ടായി ആദ്യ സമയങ്ങളിൽ നിന്നൊക്കെ. അപ്പൊ ഇവരൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഈ അമ്മ പറയുന്നത്. അതായത് ഞാൻ ദ്രോഹിച്ചിട്ടൊന്നും ഇല്ല എന്നുള്ള രീതിക്കാണ് ഈ അമ്മ പറയുന്നത്. പിന്നെ ഈ പണിയെടുക്കാനുള്ള അവള് മറ്റതാണ് മറിച്ചാണ്, അതായത് ഈ സ്ഥിരം അമ്മായിയമ്മ മരുമോള് വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അതൊരിക്കലും നമുക്ക് എടുത്തിട്ട് പുള്ളിക്കാരിനെ കുറ്റപ്പെടുത്താനോ ഒന്നും പറ്റില്ല. ഇതൊന്നും, അതായത് ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരാളിപ്പോ ഈ മരുമോള് കുറ്റക്കാരിയാണ് അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. കാര്യം ഇത് അമ്മയുടെ ഒരു ദേഷ്യം, അതായത് സ്ഥിരം നല്ല വീടുകളിൽ നമ്മൾ കാണുന്ന ആ ഒരു അമ്മായിയമ്മ മരുമോള് ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ബാക്കി അവൻ മരിച്ചിട്ട് എത്തിയിട്ടില്ല. അതിന്റെ മുമ്പ് എനിക്ക് പെൻഷനൊക്കെ കിട്ടൂലേ അമ്മാന്ന് അവൾ എന്നോട് ചോദിക്കണേ. പെൻഷൻ കിട്ടൂലെന്ന്? ഇത് വിധവാ പെൻഷൻ കിട്ടില്ലാന്ന്. കൃഷ്ണു, ചേട്ടന്റെ ഭാര്യക്ക് ഇനി വിധവാ പെൻഷൻ കിട്ടൂലെന്ന് മുമ്പേ ചോദിച്ചു. എന്നോട് ചോദിക്കുക, അവൻ മരിച്ച് അവൻ വീട്ടിലെത്തിയിട്ടില്ല. അതിന്റെ മുമ്പേ അവള് ചോദിക്കുക ഇന്നോടേ ഞാൻ എന്താ അവളോട് പറയണ്ടത്? മരിച്ച് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് തന്നെ വിധവാ പെൻഷൻ കിട്ടുമെന്ന് അമ്മേന്റെ അടുത്ത് ചോദിച്ച ആളാണ്. അപ്പൊ ആ ആൾക്ക് ഭർത്താവ് മരിച്ചതിൽ ഒരു വിഷമവും ഇല്ലെന്നാണ് അമ്മ പറയുന്നത്. അതെ, അവൾക്കൊരു വിഷമവും ഇല്ല. അവള് കാരണമാണ് എന്റെ മരിച്ചെന്ന് ഞാൻ ആരോടും പറയും. ഓക്കെ, അപ്പൊ അമ്മ പറയണതെന്ന് പറഞ്ഞ ഈ മരുമോക്ക് യാതൊരു വിഷമവും ഇല്ല. അതേപോലെ തന്നെ പെൻഷന്റെ കാര്യം ചോദിച്ചു, വിധവാ പെൻഷന്റെ കാര്യം ചോദിച്ചു. മരുമോള് ഇത്ര പെട്ടെന്ന് തന്നെ, അതായത് അതായത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ വിധവാ പെൻഷന്റെ ആരോഗ്യം അമ്മയുടെ അടുത്ത് ചോദിച്ചു. പിന്നെ അതേപോലെ തന്നെ അവള് കാരണമാണ് മരിച്ചത് എന്നുള്ള രീതിക്കൊക്കെയാണ് ഈ അമ്മ പറയുന്നത്. അപ്പൊ നമുക്കിത് മുഴുവൻ കേട്ടിട്ട് ഞാൻ ഇനി മൊത്തം പറയാം. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല, അവള് കൊന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഒരുപാട് ഇങ്ങനെ മോശം കമന്റുകൾ വരുന്നുണ്ട്. എന്താണ് സത്യം എന്ന് പലർക്കും അറിയില്ല. സത്യം അറിയണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പം അനിയൻ പറഞ്ഞിട്ടുള്ളത് പരാതി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവനൊരു ദോഷം വരരുത്, ഞങ്ങൾക്ക് അവളെ പേടിയാണ്. അത് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. അതൊക്കെ എന്താ, ആർക്കാ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയാതെ? ഞാൻ എന്താ സത്യാവസ്ഥ അറിയുന്നത്? എന്താ അതിൻ്റെ ഒരു അർത്ഥം? നമ്മളെന്തെങ്കിലും പറഞ്ഞു വെച്ചെങ്കിൽ അത് അപ്പം കഴിഞ്ഞില്ലേ. ഇത് ഞാൻ അവളോടാ പറഞ്ഞു, അവൾ എന്തിനാ അതിനെ വിരികയറ്റി എന്നോട് കൊണ്ടാതാക്കിയത്? അത് ഒരു ഉപായ കഴിവാത്. ഒന്നാമത്തെ കാര്യം എല്ലാ പെറ്റുകൂടമാരല്ല ഞാനേ 5 14 വയസ്സിനുണ്ട് 8 വയസ്സ് പ്രായമുള്ള മക്കളാ എനിക്ക് തന്നിട്ട് പോയ അച്ഛനാണ്. അച്ഛനെപ്പോഴും 10 വയസ്സൊക്കെ അച്ഛൻ വന്നിട്ടില്ല. ഞാൻ കണ്ടിട്ട് അച്ഛനും ബ്ലേറ്റാണ്. 7 കൊല്ലം പഠിക്കുമായിരുന്നു. അന്ന് തറവാടും വീടും കൃഷിയും അമ്മായച്ചനും അമ്മായിയും ഒക്കെ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ കഴിഞ്ഞ് ഈ 7 കൊല്ലം കൊണ്ട് ഞാൻ 5 പ്രസവം കഴിഞ്ഞ് അമ്മായച്ചനും അമ്മായിയമ്മയും മരിക്കും ചെയ്തവരെയും നോക്കി മരിപ്പിച്ചു. എന്നിട്ട് ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങിയില്ല. 60 വയസ്സ് വരെയ്ക്ക് കൂലിപ്പണി തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ അമ്മയുടെ ഇന്റർവ്യൂവിനകത്ത് അമ്മ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ ഈ ഒരു കാര്യങ്ങളിൽ എനിക്ക് ഭൂരിഭാഗം തോന്നി ഇപ്പൊ അവസാനമൊക്കെ ആണെങ്കിലും പുള്ളിക്കാരിയുടെ സങ്കടം പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇരുന്ന് കരയുന്നത്. അതായത് ഇപ്പൊ എല്ലാവർക്കും, അതായത് ഇപ്പൊ ഒരു അമ്മായിയമ്മ മരുമോളുടെ വിഷയമൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ നല്ലതൊന്നും ആയിരിക്കില്ല. ഇപ്പൊ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ മരുമോളെ പറ്റി പറയാനുണ്ടാവുന്ന, അതേപോലെ തന്നെ മരുമോക്കാണെങ്കിൽ അമ്മായിയമ്മനെ പറ്റി നല്ലതൊന്നും ആയിരിക്കില്ല പറയാനുണ്ടാവുന്ന. കാര്യം 2 ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അവരുടെ തമ്മിൽ ആശയവിനിമയങ്ങളിൽ എല്ലാം വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. ഇപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞ കേട്ടിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല ഈ ഭാര്യയാണ് കുറ്റക്കാരി, അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ ഈ പുള്ളിക്കാരി അമ്മ പറയുന്നുണ്ട്, അതേപോലെ ഈ ആ പുള്ളിക്കാരിയാണ് കാരണം, ഈ ഭാര്യയാണ് കാരണം, ഈ മകന്റെ മരണത്തിന് ഉത്തരവാദി ഭാര്യയാണെന്നൊക്കെയുള്ള രീതിക്ക് പറയുന്നുണ്ട്. പക്ഷെ അത് കേട്ടിട്ട് നമുക്ക് ഒരിക്കലും, ഇപ്പൊ പലരും പോയി സൈബർ ബുള്ളിങ് അറ്റാക്കും അവരുടെ അടിയിൽ പോയി നെഗറ്റീവ് കമന്റ് ഒക്കെ ഇടുന്നതൊക്കെ കണ്ട്. പക്ഷെ അതേപോലെ ഒന്നും ചെയ്യാൻ പാടില്ല. കാര്യം ഇതൊന്നും വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കൺഫേം ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇതിന് എന്തെങ്കിലും ഇപ്പൊ ഇവർ കേസ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, അനിയൻ കേസ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ വീട്ടുകാരും കേസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും കേസ് കൊടുക്കട്ടെ. എന്നിട്ട് കേസ് എന്തെങ്കിലുമൊക്കെ ഒരു വഴിക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പൊ തെളിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയാം ആരാണ് കുറ്റക്കാരി അതെല്ലാം നമുക്ക് അപ്പം പറയാം. അല്ലാണ്ട് ഇപ്പോഴേ നമുക്ക് ഇരുന്നിട്ട് ആരെയും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂല. ഇവരാണ് തെറ്റുകാർ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇത്രയാണ് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളത്. അപ്പൊ ആരും ഇതിനകത്ത് സൈബർ അറ്റാക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കണ്ടായിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ.